അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ഇടുകയാണ്. ഇപ്പം നമ്മൾ നിലവിലുള്ളത് ഇന്ത്യയിലല്ല കേട്ടോ, ഒമാനിലാണ്. അപ്പം ഒരു സാഹചര്യത്തിലും കയറി വരേണ്ടി വന്നു. അപ്പം ഇപ്പം ഇവിടെ വന്നിട്ടിപ്പം ഒരു വർഷത്തോളമായി. അപ്പം ഫസ്റ്റ് വ്ളോഗ് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി. അപ്പം ഞാൻ വെളുപ്പിനെ തന്നെ എണീറ്റ് കേട്ടോ. വെളുപ്പിനെ എണീറ്റിട്ട് രാവിലെ ബാത്റൂമിലൊക്കെ പോയി പല്ലൊക്കെ തേച്ചു. ഇനിയിപ്പം പുറത്തേക്ക് പോകാനുള്ളൊരു പ്ലാനിങ് ആണ്. അപ്പം ഷർട്ടൊക്കെ ഇടാമെന്ന് വിചാരിച്ച് ഷർട്ടൊക്കെ ഇട്ടു. അപ്പം ഞാൻ ഇവിടെ വന്നിട്ടിപ്പം ഒരു വർഷത്തോളമായെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഭയങ്കര ബോറിംഗ് ആണ് പുറത്തുള്ള ചൂടും കാര്യങ്ങളും. അപ്പം നമ്മൾ ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ഡ്രസ്സ് ഇട്ടു, പാൻറ് ഇട്ടു. ഇനിയിപ്പം മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മളിപ്പോൾ ഒന്ന് പുറത്ത് കറങ്ങാൻ ഇറങ്ങിയാണ്. അതിന് മുന്നേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരം കഴിക്കണം. ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് വിടുകയാണ്. നമ്മുടെ കാക്കാൻ്റെ ഹോട്ടലാണ്. കാക്കാൻ്റെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പ്രവാസികൾക്ക് ഏക ഹോട്ടലാണത്. എന്ന് വെച്ചാൽ നാടൻ ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇത് റൂമിൽ നിന്ന് ഇറങ്ങി ഫ്ലാറ്റിലേക്ക്, സെക്കൻഡ് ഫ്ലോറിലാണ് എൻ്റെ ഫ്ലാറ്റിൽ കയറി കണ്ണാടിയൊക്കെ നോക്കുകയാണ്. കുറച്ച് നേരെ കാക്കാൻ്റെ കടയിലേക്ക് എത്തി. കാക്കാൻ്റെ കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നൊസ്റ്റാൾജിയ കാക്കാൻ്റെ കടയാണ്. ഇവിടെ നാട്ടിലെ എല്ലാ വിഭവങ്ങളും കിട്ടും. രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. സമയം ഇവിടെ 7 മണി ആയതുള്ളൂ. ഇതാണ് നമ്മുടെ കാക്ക. നേരെ ഓടിയെത്തി എന്നെ കണ്ടപ്പോൾ തന്നെ. ഫുഡ് എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 2 പൊറോട്ടയും 1 മുട്ടക്കറിയും മതിയെന്ന്. പുള്ളിക്കാരൻ ഓടിപ്പോയി ഫുഡ് അടിക്കുകയാണ്. ഈ ചങ്ങായി സൂപ്പർവൈസറാണ് ലുലുവിൻ്റെ. ആ പുള്ളി എല്ലാവരും എല്ലാവരും പറ്റെഴുതി, ആ ചങ്ങായും പറ്റെഴുതിയിട്ട് പോവുകയാണ്. നമ്മളിവിടെ പറ്റെഴുതി വന്ന് കഴിക്കുന്നു, എഴുതുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ. കാക്ക വിളമ്പിത്തരാൻ ഇവിടെ റെഡിയാണ്. അപ്പം നമുക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് അവിടെ വെച്ചിട്ട് കാക്ക നമ്മളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. നമ്മൾ പറഞ്ഞ് വേറെ വിശേഷങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു പൊറോട്ടയും കഴിച്ച് കൂടെ മുട്ടക്കറിയും കൂടെ കഴിച്ച്. പൊറോട്ടയും മുട്ടക്കറിയും എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ ഗൈസ്. അങ്ങനെ കയ്യും കഴുകി ഇരുന്നപ്പോഴാണ് നമ്മൾ വിചാരിച്ച് രാവിലെ അല്ലേ ഒരു ചായ കുടിച്ചേക്കാം. അപ്പം ചായ ചോദിച്ചു. പുള്ളിക്കാരൻ അപ്പം തന്നെ റെഡിയാണ്. ചായ എടുത്ത് നമ്മുടെ കയ്യിൽ തന്നു. ഓക്കെ. അങ്ങനെ നിലവിലുള്ള നമ്മുടെ പറ്റുമൊക്കെ എടുത്ത് പറ്റു എഴുതി ഞാൻ അവിടെ നിന്ന് ഓക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഒരു ഒമാനി വന്നിട്ട് ബ്രെഡൊക്കെ നോക്കുന്നുണ്ട്. ഇവിടെ നല്ല അത്യാവശ്യം നമ്മുടെ ഏരിയയിൽ നല്ല ഫേമസ് ആയിട്ടുള്ള കട തന്നെയാണ് കേട്ടോ, കാക്കാൻ്റെ കട. അങ്ങനെ ഒരു ചായയും കുടിച്ച് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ പൊന്നോ എന്താ ചൂടെന്ന് പറഞ്ഞാൽ ഇത് തന്നെ ചൂട്. ഒമാനിലെ ചൂടെന്ന് പറഞ്ഞാൽ ഒട്ടും സഹിക്കൂല കേട്ടോ. 44, 45 ആ ഒരു ഡിഗ്രിയാണ് ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞാൽ. ഇതാണ് കേട്ടോ ഞാൻ ജോലി ചെയ്യുന്ന ലുലു. അപ്പം ഞാൻ ഇന്ന് ഇവിടേക്കാണെന്ന് കറങ്ങാൻ ഇറങ്ങുന്നത്. വേറെ പോകാനില്ല. അതുകൊണ്ട് തന്നെ ചൂടെന്ന് പറഞ്ഞാൽ എമ്പാതിരി ചൂട്. യൂസഫ് അലിക്കാരെ സമ്മതിക്കണം. ഇവിടെ വന്ന് കിടന്ന് കഷ്ടപ്പെട്ടാണ് ഇതുപോലത്തെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. അതിപ്പോൾ നമ്മൾ നേരെ നടന്ന് അങ്ങ് പോവുകയാണ്. അങ്ങനെ റോഡ് ക്രോസ് ചെയ്യുകയാണ്. ഇവിടുത്തെ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ 1/2 കിലോമീറ്റർ അപ്പുറം പോയിട്ട് സീബ്ര ലൈൻ ക്രോസ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഓടിക്കടന്ന് അങ്ങനെ ഈ വലിയ ലുലുവിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു ആഴ്ച ഒരു ദിവസം ഓഫുണ്ട്. അപ്പോൾ ഈ ഓഫിൻ്റെ അന്ന് നമ്മളിങ്ങനെ കറങ്ങും. അതാ ഒരു വിമാനം പോകുന്നു. എന്നാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നതെന്ന് ആലോചിച്ച് പോയി ആ വിമാനം കണ്ടപ്പം. അപ്പോൾ നേരെ നടന്ന് ആ എൻട്രൻസിലേക്ക് നമ്മൾ കയറുകയാണ്. ഇതാണ് ഒമാനിലെ ഡാർസൈറ്റ് എന്ന് പറയും കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. ഡാർസൈറ്റ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഒമാനിലുള്ള മസ്കറ്റിൽ തന്നെയുള്ള സ്ഥലമാണ്. അപ്പോൾ അകത്തേക്ക് കയറി. ഇതാണ് നമ്മുടെ മസ്കറ്റിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡാർസൈറ്റ്. അപ്പോൾ നേരെ ഞാൻ അകത്തേക്ക് കയറി. ഞാൻ ആദ്യം കണ്ടത് നമ്മുടെ അയ്യപ്പനെയാണ് കേട്ടോ. ഇവൻ തെങ്കാശിയാണ്. ഇവൻ ഇവിടെ രാവിലെ വന്ന് കിടന്ന് ഭയങ്കര ജോലിയാണ്. അവൻ എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് എന്നെ ഉണ്ടെന്ന് ചോദിച്ച് വിശേഷങ്ങളെ തിരക്കി. ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ തലയിൽ കൂടെ കാർട്ടൂൺ ഇട്ട്. ഞാൻ പിന്നെ നേരെ നടന്ന് എൻ്റെ സെക്ഷനിലേക്കുള്ള യാത്രയിലാണ്. ഞാൻ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ സെക്ഷനിലാണ് കേട്ടോ. അവിടെയാണ് എൻ്റെ ജോലി നടക്കുന്നത്. എത്തി മൊത്തം നല്ല ഫ്രഷായിട്ടുള്ള എല്ലാം നല്ല ഫ്രഷുകളാണ്. ഇവിടെ ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും ഇല്ല എന്നതാണ് സത്യം. ഇതാണ് ആലത്തിൻ്റെ അടുത്ത് നേരെ ചെന്നപ്പോഴേക്കും ഓന് അത്ഭുതം. ഇന്നലെ രാത്രി ഞാൻ 1 മണിക്ക് പോയിട്ടും ഈ രാവിലെ അങ്ങ് എത്തിയെന്നുള്ളതാണ് അവൻ്റെ അത്ഭുതം. ഞാനന്നേരം അവൻ ചോദിക്കുകയാണ് ഇത് ഇവിടുന്ന് പോയില്ലേ, ഇവിടെ കിടന്ന് ഉറങ്ങിയെന്ന്. അപ്പം അടുത്താണ് നമ്മുടെ നേപ്പാൾ ബായ് റാം. അവനും അത്ഭുതമാണ്. ഇന്നലെ രാത്രി 2 മണിക്കാണ് പോയത്. രാവിലെ 7 മണിയായപ്പോൾ സ്ഥലത്തെത്തി. ഡ്യൂട്ടി ഇല്ലെങ്കിലും നമ്മൾ ഇവിടെ തന്നെ കാണുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇത് നമ്മുടെ പാകിസ്ഥാനിലുള്ള നമ്മുടെ മുനീർ ബായി ആണ്. അപ്പം ഒരു ഷെയ്ക്ക് ഹാൻഡും കൊടുത്ത് ഞാൻ അവനോട് സംസാരിച്ചോണ്ട് അവന് അത്ഭുതമാണ്. ഓഫാണെങ്കിൽ നിങ്ങൾ റൂമിൽ കിടന്ന് ഉറങ്ങാതെ ഇവിടെ വന്ന് കിടക്കുകയാണോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അങ്ങനെ അവനോട് സംസാരിച്ച് നമ്മുടെ സെക്ഷനൊക്കെ ഇങ്ങനെ നോക്കി വരും. എല്ലാം നല്ല ഫ്രഷാണ് കേട്ടോ.
ഒമാനിൽ ബെസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ കിട്ടുന്നതാണ് നമ്മുടെ ലുലുവിലാണ്, വേറെങ്ങുമല്ല, ലുലുവിൽ തന്നെയാണ്. അപ്പം ഞാനിങ്ങനെ നടന്ന് എല്ലാം ഒന്ന് ക്ലോസപ്പിൽ എടുക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇതാണ് നമ്മുടെ ഫ്രോസൺ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ്, വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ 1 വർഷമായിട്ട് ഇപ്പോൾ 2 വട്ടം പറഞ്ഞു. അതുകൊണ്ട് ഇതാണ് നമ്മുടെ സ്റ്റോർ കേട്ടോ. സ്റ്റോറിലേക്ക് വരുമ്പോൾ രാവിലെ വന്ന് ചടച്ച് കുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്പോ എന്താ ചൂട്. ഈ ചൂടെന്ന് പറഞ്ഞാൽ ഒട്ടും സഹിക്കൂല കേട്ടോ. ഒമാനിലെ ചൂട്, പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു കുട വേണം. നമ്മുടെ നാട്ടിൽ മഴയത്ത് കുട പിടിക്കുന്നു, ഇവിടെ ചൂടത്ത് കുട പിടിക്കുന്നു. അങ്ങനെ കുറേ പ്രാവുകളെയൊക്കെ കണ്ട് നല്ല സന്തോഷത്തോടെ ഞാൻ തിരിച്ച് റൂമിലേക്ക് പോരുകയാണ്. വന്ന വഴി തന്നെയാണ്, വേറെ വഴിയൊന്നുമില്ല. നമ്മുടെ ലുലുവിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് ഞങ്ങളുടെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ റൂമിലേക്ക് വന്ന് ഫ്ലാറ്റിൽ കയറി. 2nd ഫ്ലോറാണ് എൻ്റെ ഫ്ലാറ്റ്. അങ്ങനെ ഫ്ലാറ്റിൽ കയറി. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ പോകുന്നു, ലുലു കറങ്ങുന്നു, വരുന്നു, കിടന്നുറങ്ങുന്നു. ഇനിയിപ്പോൾ നാളെ ഡ്യൂട്ടി ഉണ്ട്. നാളെ 2 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിക്കാണ് എനിക്ക് ഡ്യൂട്ടി. അതുകൊണ്ട് കിടന്നുറങ്ങാനുള്ള ടൈമുണ്ട്. അങ്ങനെ റൂമിലേക്ക് വന്ന് അങ്ങനെ ഇങ്ങനെ മിനി വ്ളോഗ് ഇവിടെ ക്ലോസ് ആവുകയാണ്. തുടർന്ന് വ്ളോഗുകൾ വരുന്നതാണ്. സപ്പോർട്ട് ചെയ്യുക.